ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് പണം എങ്ങനെ നമുക്ക് സൂക്ഷിക്കാം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പണപ്പെട്ടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ധനവരവും ഉണ്ടാവുകയും അത് ധനസമൃദ്ധി ഉണ്ടാവുമെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും നിത്യേന ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത്, പണം എന്ന് പറയുന്നത്, ധനം എന്ന് പറയുന്നത്. ധനമില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ഒരു വിലയോ കാര്യങ്ങളോ ഒന്നുമേ ഉണ്ടാവില്ല. ധനം നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ധനം അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ധനം നമുക്ക് എങ്ങനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം, അതായത് നമ്മുടെ പേഴ്സിലായാലും പണപ്പെട്ടിയിലായാലും എങ്ങനെ നമുക്ക് പണം വരുത്താം എന്നും, അതായത് നമുക്കുള്ള ധനം എങ്ങനെ നമുക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് നമ്മുടെ പണപ്പെട്ടി നമ്മൾ സൂക്ഷിക്കേണ്ടത് അതായത് നമ്മൾ ഏത് റൂമാണോ സെലക്ട് ചെയ്യുന്നത് ആ റൂമിന് വടക്ക് ഭാഗത്തായിട്ട് തന്നെ പണപ്പെട്ടി സൂക്ഷിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പണപ്പെട്ടിയായാലും നിങ്ങൾക്ക് പേഴ്സാണെങ്കിൽ ഏതിലാണോ നിങ്ങൾ ക്യാഷ് കീപ്പ് ചെയ്യുന്നത് അത് അവിടെ എന്ന് പറയുന്നത് വടക്ക് ഭാഗം ആയിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വടക്കെന്ന് പറയുന്നത് കുബേരൻ്റെ സ്ഥാനമുള്ളതാണ്. അപ്പോൾ ആ വടക്ക് ഭാഗത്ത് ധനം വെച്ച് കഴിഞ്ഞാൽ അത് ഇരട്ടിക്കും എന്നാണ് ബലം. അതുകൊണ്ടാണ് വടക്ക് ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്യാൻ പറയുന്നത്. അതുപോലെ നമ്മൾ പണം കഴിവതും നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് കൂടുതൽ പണം ആവശ്യമില്ലാതെ ചെലവഴിച്ച് കളയാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുക. ബാക്കി പണം നമ്മൾ സേവ് ചെയ്യാനും നോക്കുക. അല്ല നമ്മൾ ഈ ക്രിയകൾ ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ധനവരവ് കൂടുമെന്ന് വിചാരിക്കരുത്. കാര്യം നമ്മൾക്ക് കിട്ടുന്ന എത്ര സാലറി ആയാലും ഏത് രീതിയിൽ ബിസിനസ്സിലൂടെ കിട്ടുന്നതായാലും എങ്ങനെ കിട്ടുന്നതാണേലും ആ ക്യാഷിൽ കുറച്ച് പൈസ നമ്മൾ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സുകളിൽ നമ്മുടെ വീട്ടിൽ അവൈലബിളായിട്ടുള്ളതാണ് പച്ചരി. ആ പച്ചരിയിൽ ഒരു 11 നണി പച്ചരി അത് ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ ആ പേഴ്സിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒരു ചെറിയ കണ്ണാടി നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ പണം വെക്കുന്ന പെട്ടിയിലോ വെക്കുന്നത് ബെറ്ററായിരിക്കും. അതായത് ആ പണത്തെ നമ്മൾ കൊണ്ടുവെക്കുന്നത് ഇപ്പോൾ 1 രൂപയാണെങ്കിൽ പോലും അതിനെ ഇരട്ടിച്ചാണ് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അതൊരു ഐശ്വര്യ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഒരു കണ്ണാടി അതിൽ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ പണപ്പെട്ടിയിൽ സൂക്ഷിക്കാവുന്നതാണ് നമ്മുടെ ലക്ഷ്മി ദേവി ധനസമൃദ്ധിയാലിരിക്കുന്ന, ധനം ചൊരിഞ്ഞിട്ട് ഇരിക്കുന്ന, നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. ആ ഫോട്ടോ വെക്കുന്നത് ഉത്തമമായിരിക്കും. നമ്മുടെ ആ പേഴ്സിലായാലും പണപ്പെട്ടിയിലായാലും ദിവസവും പണവരവ് വർദ്ധിക്കുന്നതാണ്. നിങ്ങൾക്ക് ധനപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ അത് സഹായിക്കുന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ ഹാർഡ് വർക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന കാശ് അനാവശ്യമായിട്ട് ചിലവാക്കാതെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ച് പണം സൂക്ഷിക്കുക. അങ്ങനെ ധനവരവ് വർദ്ധിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ പേഴ്സിൽ തുളസിയില വെക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ തുളസിയില വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതൊന്നും ചേഞ്ച് ചെയ്യാൻ നോക്കുക. അതായത് ദിവസവും അത് മാറ്റാൻ നോക്കുക. അതായത് ഉണങ്ങിയിരിക്കാൻ പാടില്ല. അതാണ് അത് വേറൊരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ തുളസിയില വെക്കുന്നതും ലക്ഷ്മി സാന്നിധ്യമാണ് അവിടെ വരുന്നത്. അപ്പോൾ അതും കൂടുതൽ നമുക്ക് ധനവരവ് വർദ്ധിക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ഗ്രാമ്പു ഒരു 5 എണ്ണം എടുത്തിട്ട് അത് പൊതിഞ്ഞ് നമ്മുടെ പേഴ്സിൽ വെച്ചാലും നമുക്ക് ധനവരവ് വർദ്ധിക്കുന്നതായിട്ട് കാണാം. അപ്പം ഗ്രാമ്പുവോ അല്ലെങ്കിൽ പച്ചരി ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുത്താൽ മതിയായിരിക്കും. അതും നമ്മുടെ പേഴ്സിലായാലും പണപ്പെട്ടിയിലായാലും വെച്ച് കഴിഞ്ഞാൽ ധനവരവ് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.